ഞാൻ അങ്ങോട്ട് അപ്പോഴേ പറഞ്ഞതല്ലോ മുങ്ങുന്നുള്ളേ. മുങ്ങാനുള്ള പരിപാടി ചെയ്തോടാ ചെറ്റേ. അനക്ക് എങ്ങനെയാണ് ചെയ്യാൻ തോന്നിയേ? സുമേ, ഞാൻ അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഒന്നുമില്ല, എൻ്റെ കൂടെ നടക്കുന്നല്ലേ, ഒന്ന് പറഞ്ഞു കൊടുക്കണം. തെറ്റ് ചെയ്തില്ല പിന്നെ ഈ ബാഗായിട്ട് എന്തിനാ മുങ്ങുന്നത്? ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരും വിശ്വസിക്കില്ല. എല്ലാവരും കൂടി എന്നെ കുറ്റക്കാരനാക്കാനാണ് നോക്കുന്നത്. അതെ, ഞാൻ സുമേ 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 ഞാൻ പറഞ്ഞു കേൾക്കും സുമേ. സുമേ ഞാൻ പറയുന്നത് കേൾക്കും സുമേ. ഞാനും ഈ ഒരുമിച്ച് നടക്കുന്നില്ല സുമേ. ഓർക്കെന്നെ അറിയില്ലായിരിക്കും, അനക്കെന്നെ അറിയാലോ. ഒന്ന് പറയൂ സുമേ, ഇതൊന്ന് അയക്കും സുമേ. ഞാൻ എങ്ങോട്ട് പോകാനാണ് സുമേ? ഞാൻ പറഞ്ഞു വിശ്വസിക്കില്ല. എടാ ഇത് ചെയ്തില്ലാന്നോ? ആരാ ചെയ്തത് എനിക്ക് നല്ലോണം അറിയാം. ഞാനാ ചെയ്തത്, എന്നെപ്പെടുത്ത ഞാനാ ചെയ്തത്. സുമേ, പാർട്ടിക്ക് അധികാരം ഉണ്ടാകുമ്പോഴേ അപ്പോഴേ കക്കാൻ പറ്റും. അല്ലാതെ എൻ്റെ രാഷ്ട്രീയ ആദർശങ്ങൾ ആ നേരത്തെ ഉണ്ടാക്കാൻ നിന്നാലേ ഇതേമാതിരി ഓരോ കേസ് പെടും. പിന്നെ ഇത് പാർട്ടി അടിപിടി കേസ് പോലെയല്ല, സംഭവം പീഡന. സാക്ഷി പറഞ്ഞ ഞാനും. അപ്പം എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും വിശ്വസിക്കാൻ വേറെ ആരും വേണ്ട. എന്തിനാടാ ചെയ്തത്? എന്തിനാടാ ചെയ്തത്? സുമേ, സുമേ. നമ്മളെ സുമേഷനെ കാണാനില്ല. അവിടെ പാർട്ടിക്കാരും പോലീസുകാരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. വാ അങ്ങോട്ട് പോയേക്കാം. അരുൺ, രണ്ട് പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത്. കേസിലെ പ്രധാന സാക്ഷി സുമേഷ് മിസ്സിംഗ് ആണ്. ഇതിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സുമേഷിൻ്റെ കൈപ്പടയിലുള്ള ലെറ്റർ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നിന്റെ നിരപരാധിത്വം നമുക്ക് തെളിയിക്കാൻ പറ്റും. മാത്രമല്ല, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ മൂവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. പിന്നെ പരോളിൻ്റെ കാര്യത്തിലും ഞാൻ സൂപ്രണ്ടായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതും ഒരു നീക്കുവോക്കിലെത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അരുൺ. ആ സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ വിധി വന്ന 6 മാസം കഴിഞ്ഞപ്പോൾ ശ്രീരാഗ് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ശ്രീരാഗ് ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. എല്ലാം കൂടി കൂട്ടി വെക്കുമ്പോൾ വക്കീലേ, സുമേഷിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന തെറ്റല്ല ഞാൻ എന്നോട് ചെയ്തത്. അന്ന് പാർട്ടി ഓഫീസിൽ കയറി ചെന്നപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അന്ന് അവിടെ 2 പേരുണ്ട്. പല പരിപാടിക്ക് ഞാൻ കൂടാനുണ്ട്. പക്ഷേ ഇത് വേണോ? മോനെ സുമേഷേ, ഈ ദാസൻ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും. കൂടെ നിൽക്കേണ്ടവർക്ക് കൂടെ നിൽക്കാം. കൂടെ നിന്നവർക്കെന്നും ഈ ദാസൻ ഒരു ഉപകാരിയാണ്. മറിച്ച് എതിർക്കാനാണ് ഭാവമെങ്കിൽ. അല്ല ചേട്ടാ, അതിൻ്റെ പകരം കുത്തേസ് പോയ കണ്ണൻ്റെ വീടാ. അവൻ്റെ ഫാമിലി ഇപ്പം ഞാനാ നോക്കുന്നത്.
നീ ഓൻ്റെ ഫാമിലിനെ അല്ലല്ലോ നോക്കുന്നത്, ഓൻ്റെ കാര്യങ്ങളല്ലേ. അത് ദാസേട്ടാ ഏകദേശം സെറ്റായി വരുന്നേ ഉള്ളൂ. എടാ, അരുണിനെ പിടുത്തിയ കേസിലെ അശ്വതി കയറി തൂങ്ങിയോണ്ടാണ് നീ ഇപ്പം എൻ്റെ മുന്നിൽ എങ്ങനെ ഇരിക്കുന്നത്. ആ പെണ്ണ് കയറി തൂങ്ങിയതല്ലാന്നും തൂക്കിയതാണെന്നും ഈ ദാസനറിയാം സുമേഷേ. നിഴല് പോലെ കൂടെ നടന്ന അരുണിനെ പെടുത്തിയ അനക്കാണോ കണ്ണൻ്റെ കുടുംബത്തോട് ഇത്ര സഹതാപം? ഈ പരിപാടിക്ക് കമ്മിറ്റ്മെൻറ്റ്സ് പറ്റില്ല സുമേഷേ. ദാസേട്ടൻ പറഞ്ഞോ, അത് ചെയ്യാം. സുമേഷ്, ആ സുമേ പറയേ. ഒരു പണി വരുന്നുണ്ടോ തോന്നുന്നത്. നാട്ടിൽ മൊത്തം അശ്വതിൻ്റെ കേസ് കുത്തിപ്പോക്കാനുള്ള പോസ്റ്ററാ. ആരോ ബാക്കി കളിക്കുന്നുണ്ട്. ഞാൻ വിളിക്കാം. നീ എവിടെയുള്ളത്? നമുക്ക് ചെറിയൊരു പണിയുണ്ട്. ഹലോ, ഞാനാടാ മഹേഷ്. ആ മാഷേ പറയേ. ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. അനക്കൊരാൾ സ്കെച്ചിട്ടുണ്ട് എന്റെ ഭാഗ്യത്തിനെ ആ കൊട്ടേഷൻ എനിക്കായിട്ട്. പക്ഷെ തന്ന ആൾക്കറിയില്ല നമ്മളെ ബന്ധം. ആരാടാ എനിക്കെതിരെ പണിയെ? അതൊക്കെ നമുക്ക് നേരിട്ട് കണ്ടിട്ട് പറയടാ. ഈ ഒരു കാര്യം ചെയ്യ്. പറയാന്നല്ലോ. ആ ഞാൻ വരാം. ആരാ എന്താന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അനക്ക് വേണ്ടപ്പെട്ട ആളഞ്ഞാടാ അന്റെ ദാസേട്ടെ. ദാസൻ എനിക്ക് കൊല്ലങ്ങളായിട്ട് അറിയാം. ഈ കൊട്ടേഷനെ ഞാൻ നോ പറഞ്ഞാൽ ഓൻ വേറെ ആൾക്ക് കൊടുക്കും. പിന്നെ എൻ്റെ കാര്യം എടുക്കാണ്ടാവില്ല. ദാസൻ എനിക്ക് ശരിക്കും അറിയില്ലടാ. ഇത്രയും കാലം അയാൾ എന്നെ കൊണ്ടുവരുന്ന എന്തിനറിയോ? അയാൾ ആവശ്യത്തിന് വേണ്ടിയിട്ടാടാ. ഈ അയാൾക്കെതിരെ തിരിയുന്ന കണ്ടപ്പോൾ അന്നെ തീർക്കാൻ അയാൾ അങ്ങോട്ട് തീരുമാനിച്ച്. പേടിക്കണ്ട, എന്നെ തീർക്കാൻ വന്നോനെ നേരിട്ട് കുത്തിയ ആളായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മുന്നിൽ നിൽക്കുന്നത്. അന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷേ ഈ ഞാൻ പറയുന്ന പോലെ കേൾക്കണം. വക്കീല എവിടെയുള്ളത്? വക്കീല ചെറിയൊരു പ്രശ്നമുണ്ട്. വേണ്ട, വീട്ടിലേക്ക് വരണ്ട, ഗോഡൗണിലേക്ക് വന്നാൽ മതി. അത് ഫോൺ കൂടെ പറയാൻ പറ്റില്ല. നേരിട്ട് കാണാം. നേരെ ഗോഡൗണിലേക്ക് വാ.
ദാശനെ വരുന്ന വഴി അരുണേട്ടാ, നിങ്ങളൊന്നും ചെയ്തില്ല, ഞങ്ങൾക്ക് ആദ്യം അറിയാം. ആ ദാസനാണെന്നതിന് പിന്നെ അറിയാൻ പോയി. എന്നാലും നമ്മളെ സുമേഷേട്ടാ അയാൾ ഒന്നറിഞ്ഞല്ലോ. നിങ്ങളിരിക്കും, വളരെ എടാ സുമേഷ, ഈ പേടിക്കണ്ട. ദാസനുമ്പൊക്കെ 8ന്റെ പണി കൊടുക്കണം. അയാൾ ചെയ്തതും ചെയ്യിച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാട്ടുകാർ അറിയണം. അതിന് ഈ വീട്ടിൽ എഴുതി വെച്ച കത്ത് ധാരാളടാ. ഈ പേടിക്കണ്ട, നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. എടാ സുമേഷ, വണ്ടിക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ബാക്കിൽ നിന്ന് ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട്. ഈ ഒന്ന് ഇറങ്ങി വെക്കടാ. ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ സുമേഷേ. ഓനെങ്ങനെ പിടുത്തം കിട്ടാനാടാ? അമ്മാരി അടിയല്ല ഈ ഓൻ അടിച്ച്. എടാ സുമേഷേ, ഈ സ്ക്രിപ്റ്റ് എഴുതിയത് ഞങ്ങളല്ലടാ. അത് കൊട്ടേഷൻ ദാസന്റെ അല്ല, അരുണ്റെയാ. അണ്ണ ഞങ്ങൾ ഇവിടുന്ന് തീർക്കും, എന്നിട്ട് അതും ദാസന്റെ അക്കൗണ്ടിലേക്ക് ഇടും. നിങ്ങളുടെ കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചില്ല സുമേഷ. ഇന്നത്തെ ദിവസത്തിന് വേണ്ട സുമേഷ ഞാൻ കാത്തിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലിൽ പോയത് അതേ ദിവസമാണ്. ഈ ദിവസം തന്നെ ഞാൻ പരോളിൽ വന്നത് എൻ്റെ വിധിയതാണ്. ഇനി നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ച അതില്ല സുമേഷ. മറുപടി